நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. நம சிவாய வாழ்க. മാണിക്യവാചക സ്വാമിയുടെ തിരുവാചകത്തിലെ തോണോക്കത്തിലെ അടുത്ത ചില പാട്ടുകളിലേക്ക് നാം പ്രവേശിക്കുന്നു. കല്ലുപോൽ കടുത്ത എൻ ഉള്ളം താണുരുകവേ, എൻ മുന്നവതരിച്ചെന്നുള്ളിലേ പ്രവേശിച്ച് നന്മയെ തന്ന കാര്യം ലോകർക്ക് പാട്ടായിത്തീർന്ന തന്മയെ പാടിപ്പാടി തോണോക്കം തുള്ളിയാടൂ. ഇവിടെ മാണിക്യവാചകസ്വാമി തൻ്റെ ജീവിതത്തിലെ ആ മഹനീയമായൊരു മുഹൂർത്തത്തെപ്പറ്റി പറയുകയാണ്. താൻ ശിവപൂജ ചെയ്യാൻ തുടങ്ങിയതോടുകൂടി കല്ലുപോൽ കടുത്ത എന്നുള്ളം ഉരുകവേ, ശിവപൂജ ചെയ്തുകൊണ്ട് ശിവധ്യാനത്തിൽ മുഴുകി കഴിയുന്നതോടുകൂടി എൻ്റെ സ്വഭാവമാകെ മാറി, എൻ്റെ മനസ്സാകെ മാറ്റത്തിന് വിധേയമായി. ഇതേവരെ എൻ്റെ മനസ്സ് കല്ല് പോലെ കട്ടിയുള്ളതായിരുന്നു. ഇന്ന് അത് ശിവഭക്തി കൊണ്ട് അത് താണുരുകവേ, ആകെ ഉരുകി ഉരുകി വെണ്ണ പോലെ ഉരുകുന്ന ഒരവസ്ഥയിലേക്ക് അത്രമേൽ മൃദുവായി, അത്രമേൽ സോഫ്റ്റായി. നമുക്ക് പറയില്ലേ, സോഫ്റ്റ് എന്നുള്ള വാക്ക് പറയില്ലേ, അത് തന്നെയാണ് ഇവിടെ. എൻ്റെ മനസ്സ് അത്ര സെൻസിറ്റീവായി തീർന്നോ. അങ്ങനെ മനസ്സ് വളരെ വളരെ നിർമ്മലമായി തീർന്നു, പരിശുദ്ധമായി തീർന്നു, ഉള്ളുരുകുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തിച്ചേർന്നു. അങ്ങനെയുള്ളപ്പോൾ എന്നുള്ളിലേക്ക് അങ്ങ് പ്രവേശിച്ചു എന്നാണ് പറയുന്നത്. എൻ്റെ മനസ്സ് പരിശുദ്ധമായപ്പോൾ, എൻ്റെ മനസ്സ് പരിപക്വമായപ്പോൾ, അല്ലയോ ഭഗവാൻ, അങ്ങ് എൻ്റെ മനസ്സിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ശിവൻ എവിടെ മാത്രമേ പ്രവേശിക്കുന്നുള്ളൂ? ശുദ്ധ പരിശുദ്ധ ഹൃദയത്തിൽ മാത്രമേ ശിവൻ പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് പ്രകാശിക്കുകയുള്ളൂ. അപ്പോൾ ശിവപ്രകാശം കിട്ടണമെങ്കിൽ, ശിവൻ്റെ ആ ഒളി ഹൃദയത്തിൽ നിറഞ്ഞ് വിലസണമെങ്കിൽ എപ്പോഴും ഹൃദയം വിശുദ്ധമായിരിക്കണം. മാലിന്യമുള്ളൊരു കണ്ണാടിയിൽ ഒരിക്കലും പ്രകാശം, ഒരു പ്രതിബിംബം നമുക്ക് കാണാൻ കഴിയില്ല. പ്രതിബിംബം കാണണമെങ്കിൽ ആ കണ്ണാടി മാലിന്യരഹിതമായി പരിശുദ്ധമായിരിക്കണം. അതേപോലെ തന്നെയാണ് ഹൃദയത്തിൻ്റെ അവസ്ഥയും. ഹൃദയം പരിശുദ്ധമാവുമ്പോൾ ശിവൻ്റെ പ്രതിബിംബം ആ ഹൃദയത്തിൽ പ്രതിബിംബിച്ച് കാണാൻ കഴിയും. അങ്ങനെ എൻ്റെ ഹൃദയം ഉള്ളുരുകി പരിശുദ്ധമായി മാറിയപ്പോൾ അവിടേക്ക് അല്ലയോ ഭഗവാൻ അങ്ങ് വന്നു ചേർന്നു. അങ്ങനെ ഹൃദയവാസിയായി അങ്ങ് എന്നിൽ കുടികൊണ്ടു. ഈ നന്മയെ ലോകർക്ക് പാട്ടായി തീർന്നു. ഇങ്ങനെ ശിവൻ മാണിക്യവാചകരുടെ ഹൃദയവാസിയായി മാറി എന്ന് ലോകർ മുഴുവനും പാടാൻ തുടങ്ങി. ശിവൻ തന്നെയാണ് മാണിക്യവാചകർ. ശിവൻ മാണിക്യവാചകരുടെ ഹൃദയത്തിൽ വസിക്കുന്നതുകൊണ്ട് മാണിക്യവാചകരും ശിവൻ തന്നെയാണെന്ന് ജനങ്ങളെല്ലാം പാടിപ്പുകഴ്ത്താൻ തുടങ്ങി. അങ്ങനെ മാണിക്യവാചകരെ ശിവനായി കണ്ട് ജനങ്ങൾ ആരാധിക്കാൻ തുടങ്ങി. ഈ തന്മയെപ്പറ്റി അല്ലയോ സുന്ദരിമാരെ, നിങ്ങൾ തോണോക്കം തുള്ളിപ്പാടൂ. നിങ്ങൾ ഈ ഗാനം പാടിക്കൊണ്ട് നൃത്തം ചെയ്യൂ എന്നാണ് ഇവിടെ കവി പാടുന്നത്. അപ്പോൾ കവി മനസ്സിൽ ശിവൻ പ്രത്യക്ഷപ്പെട്ട വിവരം ലോകർ മുഴുവനും പാടിപ്പുകഴ്ത്താൻ തുടങ്ങിയ ആ പാട്ട് പാടൂ എന്നാണ് ഇവിടെ മാണിക്യവാചകർ പറയുന്നത്. ഇനി അടുത്ത പാടൽ നോക്കൂ. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, സൂര്യൻ, ചന്ദ്രൻ തുടങ്ങി 8 വസ്തുക്കളോടും ചേർന്ന് നിൽക്കും ഈശൻ തന്നെയാണ് എക്കാലവും എന്ന് 10 ദിക്കുമെന്ന് തോണോക്കം തുള്ളിയാടൂ. 10 ദിക്കും നിറഞ്ഞു നിൽക്കുന്നത് ശിവഭഗവാൻ തന്നെയാണ് എന്ന്
നിങ്ങൾ പാടുമോ എന്ന്. അല്ലയോ സുന്ദരിമാരെ, 10 ദിക്കിലും നിറഞ്ഞു നിൽക്കുന്നത് ശിവഭഗവാൻ തന്നെയാണ്. എവിടെ നോക്കിയാലും എവിടെ തിരഞ്ഞാലും കാണുന്നത് ശിവനെ മാത്രമേ ഉള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, അതേപോലെ ചന്ദ്രസൂര്യന്മാർ തുടങ്ങിയ എല്ലാ വസ്തുക്കളിലും നിറഞ്ഞു നിൽക്കുന്നത് അല്ലയോ ഭഗവാൻ അവിടെ നിന്ന് തന്നെയാണ്. അങ്ങനെ 10 ദിക്കുകളിലും നിറഞ്ഞു നിൽക്കുന്ന ആ ശിവഭഗവാനെ നമുക്ക് പാടിപ്പുകഴ്ത്താം. അപ്പോൾ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന അല്ലയോ ശിവഭഗവാനെ, അങ്ങേ ഞങ്ങളിതാ പാടിപ്പുകഴ്ത്തുന്നു. ഇനി അടുത്ത പാടലേക്ക് നോക്കൂ. പുത്തൻ മതാനുസാരി സഞ്ജയ അല്പജ്ഞൻ ചിത്തഭ്രമം താൽ അന്ത്യം കാണാതുഴന്നിടുമ്പോൾ എന്നകം ശിവമാക്കിയൻ കർമ്മമെല്ലാമെൻ തപസ്സെന്ന് ആക്കിച്ചെയ്ത അല്ലയോ ഭഗവാൻ അങ്ങയെ പാടട്ടെ, അങ്ങയെ പാടിപ്പുകഴ്ത്തട്ടെ. അങ്ങ് എന്താണ് ചെയ്തത്? പുത്തൻ മതാനുസാരി സഞ്ജയ അല്പജ്ഞാനത്തെ എന്നിൽ നിന്ന് അകറ്റി നിർത്തി. അതായത് ഒരുപാട് മതവിഭാഗങ്ങളും വിശ്വാസ പ്രമാണങ്ങളുമെല്ലാം ഉണ്ട്. ആ പുതിയ മതവിശ്വാസങ്ങളിൽ നിന്നും പുതിയ ശാസ്ത്രചിന്തകളിൽ നിന്നെല്ലാം എന്നെ മാറ്റി, അല്പനായ എന്നെ ആ ഭ്രമബുദ്ധി മാറ്റിക്കൊണ്ട് അങ്ങ് ജ്ഞാനോദയം നൽകി. എന്നിട്ട് എൻ്റെ അകം ശിവമാക്കി മാറ്റി, എൻ്റെ ഹൃദയത്തെ ശിവമയമാക്കി മാറ്റി. സത്യത്തിൽ ഞാൻ വഴിതെറ്റിപ്പോകേണ്ടതായിരുന്നു. അനേകം പുതിയ വിശ്വാസ പ്രമാണങ്ങൾ ചുറ്റും ഉള്ളപ്പോൾ അതിലേക്ക് ആകൃഷ്ടനാകാതെ ശിവമാർഗത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ അല്ലയോ ഭഗവാൻ അങ്ങ് എനിക്ക് ശക്തി നൽകി. അപ്പോൾ ശിവൻ്റെ അനുഗ്രഹാശിസ് കൊണ്ട് ശിവമാർഗത്തിൽ തന്നെ തുടർന്നു പോകാൻ എനിക്ക് ആദം കിട്ടി. അതിന് അങ്ങ് അനുഗ്രഹിച്ചു. അങ്ങനെ എൻ്റെ ചിത്തഭ്രമത്തെ എല്ലാം മാറ്റി എനിക്ക് ജ്ഞാനോദയം നൽകി. എന്നിട്ട് എൻ്റെ അകത്ത് ശിവമാക്കി മാറ്റി, എന്നകത്തെ ശിവമാക്കി മാറ്റി, എൻ്റെ ഹൃദയത്തെ ശിവമയമാക്കി മാറ്റി, എൻ്റെ മനസ്സിൽ ശിവചിന്ത കൊണ്ട് നിറച്ചു. അങ്ങനെ എന്നകം ശിവമയമാക്കിയൻ കർമ്മമെല്ലാം എൻ തപസ്സാക്കി മാറ്റി. എൻ്റെ കർമ്മമെല്ലാം എന്തായി മാറി? ശിവകർമ്മമായി മാറി, ശിവതപസ്സായി മാറി. അങ്ങനെ എൻ്റെ ജീവിതമാകെ ശിവകർമ്മമാക്കി എനിക്ക് മാറ്റാൻ കഴിഞ്ഞു. അതുപോലെ ആ ഞാൻ ചെയ്യുന്ന തപസ്സെല്ലാം തന്നെ ശിവതപസ്സായി മാറി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരാളുടെ ജീവിതത്തെ മുഴുവനും പരിവർത്തനത്തിന് വിധേയമാക്കുന്ന ശിവഭഗവാന്റെ ലീലയാണിത്. താൻ ശ്വസിക്കുന്ന വായുവും ശിവമയമാകുന്നു, തൻ്റെ കർമ്മങ്ങളും ശിവമയമാകുന്നു, തൻ്റെ ചിന്തകളും തൻ്റെ സങ്കല്പങ്ങളും എല്ലാം ശിവമയമായി മാറുന്നു. അങ്ങനെ ശിവതപസ് അനുഷ്ഠിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ മാറി. എൻ്റെ ജീവിതം ശിവതപസ്സായി മാറി എന്നാണ് മാണിക്യവാചകർ പറയുന്നത്. തൻ്റെ ഓരോ നിമിഷവും, ജീവിതത്തിലെ ഓരോ നിമിഷവും, തൻ്റെ ജീവിതത്തിലെ ഓരോ സങ്കല്പവും, ഓരോ ചിന്തകളും, ഓരോ പ്രവൃത്തികളും എല്ലാം തന്നെ ശിവതപസ്സായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഒരു ഭക്തന് അല്ലെങ്കിൽ ഒരു ശിവസാധകന് മാണിക്യവാചകർ കൊടുക്കുന്ന ഏറ്റവും വലിയ ഉപദേശം ഇതാണ്. അല്ലയോ ശിവസാധക, നിൻ്റെ ജീവിതം എന്തായി മാറട്ടെ? തപസ്സായി മാറട്ടെ. എങ്ങനെയുള്ള തപസ്? ശിവതപസ്സായി മാറട്ടെ എന്നാണ് പറയുന്നത്. ശിവതപസ് എന്ന് വെച്ചാൽ മംഗള തപസ്സാണ്. മംഗളം, ശിവം. ആ ശിവമംഗളമായ ആ തപസ്സിൽ മുഴുകട്ടെ. അതായത് നിൻ്റെ ഓരോ നിമിഷത്തെ കർമ്മവും ശിവകർമ്മമായി പരിലസിക്കട്ടെ. അങ്ങനെ ശിവതേജസ് നിന്നിൽ കളിയാടി ശിവനായിക്കൊണ്ട് നീ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അപ്പോൾ ഓരോ കർമ്മവും ഓരോ ശ്വാസവും ശിവനായിക്കൊണ്ട് ചെയ്യുന്ന തപസ്സായി മാറുന്നു. അപ്പോൾ ജീവിതത്തെ ആകെ തപസ്സാക്കി മാറ്റുന്ന ആ മഹനീയ മുഹൂർത്തം, അതായത് ജീവിതമാകെ ശിവതപസ്സാക്കി മാറ്റുന്ന അത്ഭുതകരമായ രാസപരിണാമം
ഇവിടെ മാണിക്യവാചകരുടെ ജീവിതത്തിൽ നടക്കുന്നു. അതുകൊണ്ടാണ് മാണിക്യവാചകരെ ജനങ്ങൾ ശിവനായി തന്നെ കണ്ട് ആരാധിച്ചു വന്നത്. മാണിക്യവാചകരല്ല, മറിച്ച് സാക്ഷാ ശിവേശ്വരനാണ് എന്ന് ജനങ്ങൾ കരുതി. അങ്ങനെ ശിവനെ എപ്രകാരമാണോ ആരാധിക്കുന്നത്, ശിവനെ എപ്രകാരമാണോ പൂജിക്കുന്നത്, അതേപോലെ മാണിക്യവാചകർ എന്ന ശിവഭക്തനെ ശിവനായി തന്നെ കരുതി ആരാധിക്കുന്ന കാഴ്ച നാം പല പല കാവ്യങ്ങളിലും കാണുന്നുണ്ട്. അതുകൊണ്ടാണ് മാണിക്യവാചകരെ ഇന്നും ജനങ്ങൾ ശിവനായി കരുതി ശിവപൂജ ചെയ്ത് തിരുവാചകം നിരന്തരം വായനയ്ക്കും അതേപോലെ പഠനത്തിനും വിധേയമാക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 1000 ആണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും തിരുവാചകത്തിലെ വാക്കുകൾ ശിവതുല്യമായി നിറഞ്ഞു നിൽക്കുന്നു. എന്നിട്ട് ശിവതപസ്സാക്കി നമ്മുടെ ജീവിതത്തെയും മാറ്റുന്ന മഹനീയമായ ഒരു കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. അപ്പോൾ ജീവിതമാകെ ശിവതപസ്സായി മാറ്റാൻ നമുക്ക് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഇവിടെ മാണിക്യവാചകർ നമുക്ക് നൽകുന്നത്. അടുത്ത പാടലിൽ ചണ്ഡീശദേവനെ കുറിച്ചിട്ടാണ് മാണിക്യവാചകർ അനുസ്മരിപ്പിക്കുന്നത്. നോക്കൂ, ശുദ്ധിയോടെ ചണ്ഡേശ നയനാർ ശിവപൂജ ചെയ്ത് വിഘ്നം ചെയ്തോൻ താതനായിരുന്നിട്ടും ചണ്ഡേശൻ കൊന്നതിൻ്റെ പാപം തീർത്ത് പുണ്യമെന്നാക്കി ചെയ്ത് ഈശനെ പാടിയാടും. അപ്പോൾ ചണ്ഡീശന് മോക്ഷം നൽകുകയും ചണ്ഡീശൻ്റെ പിതൃപാപത്തെ ഇല്ലാതാക്കുകയും ചെയ്ത അല്ലയോ ശിവഭഗവാൻ, അങ്ങയുടെ ഗീതങ്ങൾ ഞങ്ങൾ പാടി തോണോക്കം പാടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ശുദ്ധിയോടെ ചണ്ഡീശനായ ദേവൻ ശിവപൂജ ചെയ്തതിന് വിഘ്നം ചെയ്ത താതനെ ചണ്ഡീശൻ കൊന്നതിൻ്റെ പാപം തീർത്തതും ഭഗവാനാണ്. അപ്പോൾ ചണ്ഡീശൻ്റെ ജീവിതകഥയാണ് ഇവിടെ പറയുന്നത്. നമുക്ക് സുന്ദരമൂർത്തി സ്വാമികളുടെ തിരുത്തൊണ്ടത്തൊകയിലെ ഈ ചണ്ഡീശ ഗീതത്തിലേക്കൊന്ന് പ്രവേശിക്കാം. നോക്കൂ, ആ കഥ ഇങ്ങനെയാണ്. അതായത് വിചാരശർമ്മൻ എന്ന് പറഞ്ഞ ഒരു കുട്ടി പശുക്കളെ മേച്ച് നടക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ പശുക്കളെ മേച്ചുകൊണ്ട് നടക്കുമ്പോൾ ഈ കുട്ടി നദീതീരത്ത് മണൽ കൊണ്ട് ശിവലിംഗമുണ്ടാക്കി ആ ശിവലിംഗത്തിൽ പശുവിനെ കറന്ന് പാലെടുത്തിട്ട് ഈ ശിവലിംഗത്തെ അഭിഷേകം ചെയ്യുമായിരുന്നു. ക്ഷീരധാര എന്ന് പറയുന്ന വലിയൊരു ചടങ്ങാണിത്. ശിവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ധാരയാണ് ക്ഷീരധാര, പാല് കൊണ്ട് അഭിഷേകം ചെയ്യുക. അങ്ങനെ ഈ കുട്ടി നിറഞ്ഞ ഹൃദയത്തോടെ നിറഞ്ഞ ശിവഭക്തിയോടെ പശുവിനെ കറന്നിട്ട് ആ പാലെടുത്ത് ഈ ശിവലിംഗം, മണ്ണുകൊണ്ടുണ്ടാക്കിയ ശിവലിംഗത്തിൽ ഒഴിച്ച് പൂജ ചെയ്യുമായിരുന്നു. പശുക്കളുടെ ഉടമസ്ഥന്മാർ പറഞ്ഞു, ആ കുട്ടി ഇപ്പോഴും ബാലലീലകൾ കളിച്ചുകൊണ്ട് പശുവിനെ കറന്ന് പാല് മുഴുവനും മണ്ണിൽ ഒഴുക്കിക്കളയുകയാണ്, ഇത് അനുവദിക്കാൻ പാടില്ല എന്ന് പിതാവിനോട് പരാതി പറഞ്ഞു. പിതാവ് ചെന്ന് നോക്കിയപ്പോൾ സത്യമാണ്, ഈ കുട്ടി പശുവിനെ കറന്ന് പാല് മുഴുവനും ആ ശിവലിംഗത്തിൽ, മണ്ണുകൊണ്ടുണ്ടാക്കിയ ശിവലിംഗത്തിൽ ഒഴിച്ച് ധാര ചെയ്ത് അങ്ങനെ പൂജിക്കുകയാണ്. ഇത് പിതാവിന് ദേഷ്യം വന്നു. പിതാവ് ആ കുട്ടിയെ ശകാരിക്കുകയും മർദ്ദിക്കുകയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നിട്ടും ആ കുട്ടി പിന്തിരിഞ്ഞില്ല. ഇങ്ങനെ പാല് കൊണ്ട് ആ ശിവലിംഗത്തെ അഭിഷേകം ചെയ്യുന്ന ചടങ്ങ് തുടർന്നുകൊണ്ടേയിരുന്നു. ഇത് കണ്ടപ്പോൾ പിതാവിന് കോപം വന്നു. പിതാവ് ആ കുട്ടിയെ, കോപാവിഷ്ടനായ പിതാവ് ആ കുട്ടിയെ പാൽ പാത്രം നിറച്ച ആ പാത്രം കാലുകൊണ്ട് തട്ടിയെറിഞ്ഞു. ശിവന് വേണ്ടി അഭിഷേകം ചെയ്യാൻ കുട്ടി കരുതിയിരുന്ന പാൽപാത്രം പിതാവ് ദേഷ്യം സഹിക്കാതെ തട്ടിയെറിഞ്ഞത് കണ്ടപ്പോൾ ഈ കുട്ടിക്കും ദേഷ്യം വന്നു. കുട്ടി ഉടനെ തന്നെ പശുവിനെ മേയ്ക്കുന്ന ഒരു വടിയുണ്ട്, ആ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് ഈ പിതാവിൻ്റെ കാലിൽ ആഞ്ഞടിച്ചു. അത്
തൃശൂലമായി തീരുകയും ആ വടി തൃശൂലമായി തീരുകയും പിതാവിൻ്റെ 2 കാലുകളെയും അറുത്ത് താഴെ ഇടുകയും ചെയ്തു. അങ്ങനെ ചോരയെ കുളിച്ച് ബോധരഹിതനായി കിടക്കുന്ന ആ പിതാവ് മകൻ്റെ ഈ കൃത്യം കണ്ട് വല്ലാതെ കൂടുതൽ കോപാകുലനായി മാറുന്നു. നമുക്ക് ഒരു കാര്യം ചെയ്യാം, സുന്ദരമൂർത്തി സ്വാമികളുടെ തിരുത്തൊണ്ടത്തുകയിലേക്ക് തന്നെ കിടക്കാം. അതിൻ്റെ മലയാള വിവർത്തനമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പൂജയ്ക്കുണ്ടായ വിഘ്നം നീങ്ങിയപ്പോൾ ഭക്തിയിൽ കുതിർന്ന ആ കൊച്ചു ബാലൻ ഒന്നും സംഭവിക്കാത്തതുപോലെ വീണ്ടും പൂജ തുടർന്നു. ഉടനെ പാർവതീ സമേതനായി വൃഷഭാരൂഢനായി ഭൂതഗണങ്ങളോടും വേദങ്ങൾ ചൊല്ലി സ്തുതിക്കുന്ന മുനിമാരോടും ദേവന്മാരോടുമൊപ്പം വേദപുരുഷനായ മഹാദേവൻ ഭക്തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. തൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ച ബാലഭക്തനെ ആലിംഗനം ചെയ്തിട്ട് ഭഗവാൻ പറഞ്ഞു, എന്നിലുള്ള ഉത്തമ ഭക്തി കൊണ്ട് നീ 3 ലോകങ്ങളെയും ജയിച്ച് സംസാരത്തിൽ നിന്ന് മുക്തി നേടിയിരിക്കുന്നു. എനിക്ക് വേണ്ടി നീ നിൻ്റെ പിതാവിനെ തന്നെ വെട്ടി വീഴ്ത്തി. ഇനി മുതൽ നിൻ്റെ പിതാവ് ഞാനാണ്. എന്നും എന്നോട് കൂടെ ഇരിക്കുക. ഇങ്ങനെ അരുളി സ്നേഹത്തോടെ അവൻ്റെ നെറുകയിൽ ചുംബിച്ചു. ഭഗവാനാൽ സ്പർശിക്കപ്പെട്ട ആ ബാലൻ്റെ മായാബന്ധങ്ങളെല്ലാമറ്റു. ഭഗവത് കൃപയിൽ മുങ്ങി കോടി സൂര്യ തേജസ്സോടെ വിളങ്ങിയ ആ ബാലഭക്തനെ ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്ത് വാഴ്ത്തി. ഭഗവാൻ വീണ്ടും തുടർന്നു, ചണ്ട, കോപത്തോടെ പിതാവിൻ്റെ കാലുകൾ മുറിച്ചുകൊണ്ട് നീ ഇനി ചണ്ടേശ്വരൻ എന്ന് അറിയപ്പെടും. അപ്പോൾ വിചാരശർമ്മൻ്റെ പേര് ഭഗവാൻ ശിവൻ മാറ്റി ചണ്ടേശ്വരൻ എന്നാക്കി. ചണ്ടൻ എന്ന് വെച്ചാൽ ഭയങ്കര സ്വരൂപത്തോടു കൂടിയവൻ, ഭയങ്കര കോപത്തോടു കൂടിയവൻ എന്നാണ് അർത്ഥം. അതായത് സംഹാരരുദ്രനായ ശിവൻ്റെ ഒരു പേരാണ് ചണ്ടേശ്വരൻ. ആ പേര് ഈ ഭക്തനും നൽകി, ഈ ബാലഭക്തനും നൽകി. അങ്ങനെ ചണ്ടേശ്വരൻ എന്ന പേര് നൽകി അനുഗ്രഹിച്ചു. അങ്ങനെ ആ ഭാഗം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അമലമായ എൻ്റെ നിർമാല്യം മനുഷ്യരുടെ മലത്രയങ്ങൾ, മായാമലം, ആണവമലം, കാർമ്മികമലം ഇല്ലാതാക്കി കൈവല്യം നൽകുന്നതാണ്. അത് ഭക്ഷിക്കുന്ന നിർമ്മലാത്മാക്കൾക്ക് മുക്തി ലഭിക്കും. എന്നാൽ മലിനാത്മാക്കൾ അത് ഭുജിച്ചാൽ ദേഹാന്ത്യത്തിൽ നരകത്തിൽ പതിച്ച് മലം ഭക്ഷിക്കേണ്ടി വരും. അതുകൊണ്ട് ഭക്തിയില്ലാത്ത സാധാരണക്കാർ എൻ്റെ നിർമാല്യം ഭുജിക്കരുത്. അതായത് ഈ നിർമാല്യം ആദ്യമായിട്ട് ശിവഭഗവാന്റെ നിർമാല്യം ആദ്യമായിട്ട് ചണ്ഡീശ്വരനാണ് നിവേദിക്കുന്നത്. അതാണ്, അതിനെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഇപ്രകാരം അരുളി ചെയ്ത് ഭഗവാൻ തൻ്റെ ശിരസിൽ അണിഞ്ഞിരുന്ന സ്വർണ്ണവർണ്ണത്തിലുള്ള കൊന്നപ്പൂഹാരമെടുത്ത് വിചാരശർമ്മൻ്റെ ശിരസിലണിയിച്ച് ആ ബാലനെ അതുല്യനാക്കി തീർത്തു. ഇത് കണ്ട് ലോകം മുഴുവൻ അഭിനന്ദിച്ചു, ആനന്ദിച്ചു. ദേവന്മാർ പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു, ഭൂതഗണങ്ങൾ ആഹ്ലാദ നൃത്തം ചെയ്തു, വേദങ്ങൾ സ്തുതി ചൊല്ലി, വേദദുന്ദുഭി മുഴങ്ങി. അപരാധം ചെയ്ത വിചാരശർമ്മൻ്റെ പിതാവും മഴുകൊണ്ടെറിയപ്പെട്ട ശിക്ഷ ലഭിച്ചതിനാൽ പാപവിമുക്തി നേടി ശിവലോകം പ്രാപിച്ചു. ആ ബാലഭക്തനാകട്ടെ ഉടലോടെ തന്നെ ഭഗവാന്റെ പുത്രനായി ഉയരുകയും ചെയ്തു. ഇതാണ് സുന്ദരമൂർത്തി സ്വാമികൾ തിരുത്തൊണ്ടത്തുകയിൽ വർണ്ണിക്കുന്ന ആ ചണ്ഡീശ്വരൻ്റെ കഥ. എന്നിട്ട് സുന്ദരമൂർത്തി സ്വാമികൾ ആ കാവ്യഭാഗം തിരുത്തൊണ്ടത്തുക അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്. മെയ്മെയ്യേ തിരുമേനി വഴിപെടാ നിൽക്ക വെകുണ്ടെഴുന്ന താതതാൾ മഴുവിനാലെറിന്ത അമ്മയ്യാൻ അടിച്ചണ്ടി പെരുമാന അടിയേൻ. അങ്ങനെയുള്ള ചണ്ഡീശ്വരൻ്റെ അടിയാനാണ് ഞാനെന്ന്, അതായത് കോപിച്ച് ദേവപൂജ മുടക്കിയ തൻ്റെ താതൻ്റെ പാദങ്ങൾ മഴുവെറിഞ്ഞു ഛേദിച്ച ബാലനാം ഭഗവത്പാദ ഭക്തൻ ചണ്ഡീശ്വരർക്ക് ദാസനാണ് ഞാനെന്ന് സുന്ദരമൂർത്തി നയനാർ ഈ തിരുത്തൊണ്ടത്തുകയിൽ പാടി
ചണ്ഡീശ്വരൻ്റെ കഥ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചണ്ഡീശൻ്റെ ദാസനാണ് എന്ന് സുന്ദരമൂർത്തി സ്വാമികൾ തന്നെ പറയുന്നു. അങ്ങനെയുള്ള ചണ്ഡീശൻ്റെ കഥയാണ് ഇവിടെ മാണിക്യവാചകർ ഈ ഭാഗത്ത് പറയുന്നത്. അല്ലയോ സുന്ദരിമാരെ, നിങ്ങൾ ചണ്ഡീശൻ്റെ വീരകഥ പാടി നൃത്തം ചെയ്യൂ എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നിർത്താം. ഓം ശിവായ നമഃ.